അറിയാലോ എന്തുദ്ദേശം. അറിയില്ലേ തരുമൂർത്തി? പൂവ് അറിയാം. ജോലി കളഞ്ഞു, ഭാര്യ സപ്പോർട്ട് ചെയ്തു, ഇപ്പൊ സക്സസ്ഫുൾ ആയി. ഇതൊക്കെ തന്നെയാണല്ലോ കുറെ നേരമായിട്ട്. ഈ ജോലിയൊക്കെ ഭയങ്കര മടുപ്പായി. ഞാൻ വിചാരിക്കുമായിരുന്നേ മറ്റേ സിനിമ പരിപാടി ഒന്ന് പൊടി തട്ടിയെടുത്താലോന്ന്. എടോ, ഞാൻ തന്നോടൊരു സജഷൻ ചോദിച്ചെന്നുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടുകളാ. എനിക്ക് തന്നെ തലടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം വരുന്നുണ്ട്. ഇതിപ്പോ എത്രാമത്തെ ജോലിയാടാ? ഇനി ഇതും കൂടി കളഞ്ഞ് നമ്മൾ റോഡിലിറങ്ങി തെണ്ടോ? എടാ, എൻ്റെ സ്വപ്നം മുഴുവൻ സിനിമയാ. വേറെ എന്ത് ജോലി ചെയ്തിട്ടും എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അവന്റെ ഹാപ്പിനെസ്, അവന്റെ കംഫർട്ട്, ഇതല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നേഴ്സുമാര്, ഭൂമിയുടെ മാലാക്ക, തേങ്ങ, നിന്ന് നിന്ന് കാലിലും നീരാടാ. എനിക്കുണ്ട് ആഗ്രഹങ്ങള്. ഇതെല്ലാം ഞാൻ ആരോട് പറയാനാ? ഇതിപ്പോ പറഞ്ഞാണോ പ്രശ്നം? എങ്കിൽ ഞാൻ മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വാടക വീടുണ്ട്. വലിയ സൗകര്യമൊന്നും ഇല്ല, പക്ഷെ നമുക്ക് അങ്ങോട്ട് മാറാം. കാർ കൊടുക്കാടാ, ബൈക്ക് മതി. രണ്ടുപേരെയും കൂട്ടി ഓടിച്ചാൽ തരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ 5-6 മാസം തട്ടിമുട്ടി ജീവിക്കാനുള്ള കാശൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഓവർ ടൈം ഡ്യൂട്ടി എടുക്കാം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഇത് വിൽക്കാം. അതൊന്നും വേണ്ടോ, ഞാൻ അന്നേരത്തെ ആ പൊട്ടത്തിലത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം നിന്റെ സ്ക്രിപ്റ്റിൻ്റെ പുറത്തുള്ള കോൺഫിഡൻസിലാണ്. 2 വർഷം സമയം തരും, അതിനുള്ളിൽ രക്ഷപ്പെട്ടോണം. എന്നിട്ട് വേണം എനിക്കൊന്ന് സുഖിക്കാൻ. ഓ, അപ്പം അങ്ങനെയാണല്ലേ. ആയിക്കോട്ടെ. തിരിപ്പിക്കാം.